നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് സീസണിങ്. സീസണിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ മരം മുറിച്ച് കഴിഞ്ഞാൽ അതിലുള്ള വെള്ളത്തിൻ്റെ അംശത്തെ പരമാവധി നമ്മുടെ എയറിലുള്ള ഹ്യൂമിഡിറ്റിയുമായി കമ്പയർ ചെയ്തിട്ട് പരമാവധി ഒഴിവാക്കി കളയുന്ന പ്രോസസ്സിനെ എന്ത് വിളിക്കും? സീസണിങ് എന്ന് വിളിക്കും. മെയിനായിട്ടുള്ള ഗുണം അതിൻ്റെ വെയിറ്റ് കുറയും, പിന്നെ അതിൻ്റെ നമ്മുടെ റിജിഡിറ്റി എല്ലാം ഒന്ന് കൂടും. നമുക്ക് ആദ്യം അതിനെപ്പറ്റി ഒന്ന് നോക്കി നോക്കാം. സീസണിങ് സ്റ്റാർട്ട്സ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ കട്ടിങ് ദീസ് ട്രീസ്. നമ്മൾ മരം മുറിച്ച് കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും? സീസണിങ് തുടങ്ങും. അറ്റ് ഫസ്റ്റ് ലിക്വിഡ് ഓഫ് ഫ്രീ വാട്ടർ ഇൻ പ്രാക്ടീസ് കോമൺലി കാൾഡ് സാപ്പ്. ഈ സാപ്പ് എന്ന് പറയുന്ന ആളാണ് ആര്? ലിക്വിഡായിട്ടോ അല്ലെങ്കിൽ ഫ്രീ വാട്ടറായിട്ടോ നമ്മൾ എന്തുണ്ടാവും? മരത്തിൻ്റെ ഉള്ളിലുണ്ടാവും. കോശത്തിലെ ചില ഭാഗങ്ങളിൽ വെള്ളം ഉണ്ടാവും. ആ വെള്ളം എല്ലാം എന്ത് ചെയ്യും? ഇവാപ്പറേറ്റ് ചെയ്ത് കളയുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സീസണിങ്. ഇനി ഇതിനെന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ചെതൽ അതുപോലത്തെ വുഡിനെ അറ്റാക്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഇവർ പിന്നെ അറ്റാക്ക് ചെയ്യില്ല. കാരണം എന്താ? ഈ വെള്ളം നനവ് ഇവർക്ക് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യാൻ കഴിയുന്ന വുഡ് ഈ സാപ്പ് വുഡാണ്. ഈ വെള്ളം നനവുള്ള അറ്റ്മോസ്ഫിയറൊക്കെയാണ്. അതെല്ലാം പരമാവധി കുറയും. പിന്നെ റിഡക്ഷൻ ഇൻ ബീങ് അറ്റാക്ക്ഡ്, അപ്പോൾ ആ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറയും. പിന്നെ ഇവരുടെ വെയിറ്റ്, ഇതാണ് മെയിൻ അഡ്വാൻറ്റേജ്. ഇവരുടെ വെയിറ്റ് എന്ത് ചെയ്യും? മരത്തിൻ്റെ വെയിറ്റ് എന്ത് ചെയ്യും? ഈ വെള്ളം നനവ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരമാവധി കുറയും. അപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എല്ലാം നമുക്ക് ലാഭിക്കാം. പിന്നെ റിഡക്ഷൻ ഓഫ് വാർപ്പിംഗ്, ട്വിസ്റ്റിങ്, സ്പ്ലിറ്റിങ്, ബെൻഡിങ്, ഇതിൻ്റെ എല്ലാം ചാൻസ് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. സ്റ്റിഫ്നെസ് ഇൻക്രീസ് ചെയ്യും. സ്റ്റിഫ്നെസ് കുറയില്ല ചെയ്യുക, ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ മെക്കാനിക്കൽ സ്ട്രെങ്ത്തും ഹാർഡ്നെസ്സും കൂടുകയാണ് ചെയ്യുക. ഓക്കെ ആണോ? അപ്പോൾ എന്താണ് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ വാട്ടർ അതിനെ മരത്തിൻ്റെ ഉള്ളിൽ നിന്നും ഒഴിവാക്കിയെടുക്കുന്ന പ്രോസസ്സാണ് സീസണിങ്. നമുക്കിനി ഇവിടെ നോക്കി നോക്കാം. Seasoning is the process of drying out of the sap and moisture in the cell cavities and cell wall of the timber approximately equal to the average humidity of situation where it is used. നമ്മൾ ഉപയോഗിക്കുന്ന അന്തരീക്ഷത്തിൽ എത്രയാണോ ഹ്യൂമിഡിറ്റി അതിനോടനുബന്ധിച്ച് നമ്മുടെ മരത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന എവിടെയൊക്കെയാണ് വെള്ളം നനവുണ്ടാവുക? ഇൻ ദി സെൽ കാവിറ്റീസ് ആൻഡ് സെൽ വാൾസ് ഓഫ് ദി ടിമ്പർ. അവരെ നമ്മൾ ഒഴിവാക്കുന്ന പ്രശ്നം എന്ത് വിളിക്കും? സീസണിങ് എന്ന് വിളിക്കും. എന്തായാലും വിളിക്കുക? സാപ്പിനെ ഒഴിവാക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ സെൽ കാവിറ്റിയിലോ സെൽ വാളിലോ ഉണ്ടാകുന്ന മോയ്സ്ചറിനെ ഒഴിവാക്കുന്നത് പ്രോസസ്സിനെ എന്ത് വിളിക്കും? സീസണിങ് എന്ന് വിളിക്കും. അതിൻ്റെ ഗുണങ്ങൾ PSC സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് സിവിൽ ബേസ്ഡ് എക്സാമിന് വരെ ചോദിച്ചു തന്നിട്ടുണ്ട്. സിവിലിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ എന്ന് പറയുന്ന ആ ഭാഗത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇത് ടിമ്പർ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഗുണം ടു ഡിക്രീസ് ദി വോളിയം ആൻഡ് വെയിറ്റ് ഓഫ് ടിമ്പർ ആൻഡ് ദെയർബൈ ടു ലോവർ ദി കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഹാൻഡ്ലിംഗ്. ഈ വെള്ളം നനവ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിൻ്റെ വെയിറ്റ് കുറച്ചൊന്ന് കുറയും. അതാണ് നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തു അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ഗുണം നമുക്കറിയാം. രണ്ടാമത് സ്ട്രെങ്ത്, ഹാർഡ്നെസ്, സ്റ്റിഫ്നെസ്, ഇത് മൂന്നും കൂടുകയാണെന്ന് നമ്മൾ എന്ത് ചെയ്തു? ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് നമുക്ക് വലിയ കുഴപ്പമില്ല. മൂന്നാമത് ടു ഇംപ്രൂവ് ദി റെസ്റ്റിംഗ് പവർ ഓഫ് ടിമ്പർ സോ ദാറ്റ് ഇറ്റ് ഈസ് ലെസ് ലയബിൾ ടു അട്രാക്ട് ബൈ ഇൻസെക്ട് ആൻഡ് ഫംഗസ്. ഓക്കെ ആണോ? അതും നമ്മൾ നോക്കി അല്ലേ? ഈ ചെതലൊന്നും എന്ത് ചെയ്യില്ല, വല്ലാണ്ട് അറ്റാക്ക് ചെയ്തില്ല. To improve working qualities of timber so that it is easily works under saw or plane during conversion. നമ്മൾ ഈ വെള്ളം നനവ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ പ്ലെയിനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഉണങ്ങിയ മരമാണെങ്കിൽ എന്ത് ചെയ്യും? ഈ പ്ലെയിനിങ്, സാൻഡർ മെഷീൻ, പൊടി അടിക്കുമ്പോഴൊക്കെ നമുക്കത് കറക്റ്റായിട്ട് ഫീൽ ചെയ്യുക. അതൊക്കെ ഒന്നും കൂടി ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ മരം വെട്ടുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പച്ച വർഗ്ഗമാണെങ്കിൽ വെട്ടാൻ എന്തായിരിക്കും? ഇച്ചിരി പാടുണ്ടാവും അല്ലേ? ടു മെയിൻറ്റെയിൻ ദി സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദി ടിമ്പർ ആർട്ടിക്കിൾ ഈവൻ ആഫ്റ്റർ ലീവിങ് ദി ഹാൻഡ്സ് ഓഫ് കാർപ്പൻറ്റേഴ്സ് ആൻഡ് ജോയിൻറ്റ്. നമ്മൾ ജോയിൻറ്റും വാതിലും എല്ലാം, വാതിലിൻ്റെ എല്ലാ ജോയിൻറ്റും ഫ്രെയിമും എല്ലാം അടിച്ചു. പിന്നെ അതിൽ വെള്ളം നനവുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മഴക്കാലത്ത് അത് നമ്മൾ അതിൻ്റെ സൈസ് എന്ത് ചെയ്യും? ഇച്ചിരി ഇൻക്രീസ് ചെയ്യും. വേനൽക്കാലത്ത് എന്ത് ചെയ്യും? ഇച്ചിരി ചുരുങ്ങും അല്ലേ? നമ്മളതിനെ ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്ത് പറയും? ഇച്ചിരി ചീർക്കുക എന്നൊക്കെ പറയും. സൈസ് എന്ത് ചെയ്യും? ഇച്ചിരി വലുതാവും കുറയുകയൊക്കെ ചെയ്യും. ആ കണ്ടീഷൻ അനുസരിച്ചിട്ട്, ചുറ്റുപാടുള്ള അറ്റ്മോസ്ഫിയറിനനുസരിച്ചിട്ട്. അതെല്ലാം ഈ സീസണിൽ കഴിഞ്ഞ ടിമ്പറാണെങ്കിൽ എന്ത് ചെയ്യും? പരമാവധി നമുക്ക് എന്ത് ചെയ്യാം? പരമാവധി കുറയ്ക്കാം. അപ്പോൾ അതിൻ്റെ സൈസും ഷേപ്പൊക്കെ എന്ത് ചെയ്യും? പരമാവധി മെയിൻറ്റെയിൻ ചെയ്യുക. പരമാവധി ആട്ടെ, നമുക്ക് ഒരിക്കലും 100% നമ്മളെക്കൊണ്ട് സാധിക്കത്തില്ല. ടു മേക്ക് ടിമ്പർ ഫിറ്റ് ഫോർ റിസീവിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് പെയിൻറ്റ്, പ്രിസർവേറ്റീവ്, വാർണിഷ്, പോളിഷും വാർണിഷും പ്രിസർവേറ്റീവ്സും, സ്ലീക്ക്, ടിന്നർ, അതുപോലത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിലും
മരം നല്ലപോലെ സീസൺ ചെയ്ത് ഡ്രൈ ആയിരിക്കണം. ടു മേക്ക് ടിമ്പർ ഫിറ്റ് ഫോർ റിസീവിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രിസർവേറ്റീവ്സ്, വാർണിഷസ്, പോളിഷ്. ഈ പോളിഷും വാർണിഷും പെയിൻറ്റും നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് ലാസ്റ്റ് മൊഡ്യൂളുണ്ട്. ടു റെഡ്യൂസ് ദി ടെൻഡൻസി ടു ടിമ്പർ ടു ക്രാക്ക്, വാർക്ക്, ബെൻഡ് ഓർ ഷ്രിങ്ക്. ഇത് നമ്മൾ നോക്കിയില്ലേ. ഇത്രയും ഡിഫക്റ്റ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പരമാവധി കുറയ്ക്കണമെങ്കിൽ നമ്മൾ സീസണിങ് ചെയ്യണം. ടു അലോ ടിമ്പർ ബേൺ റെഡിലി. നമ്മൾ പച്ചവർഗ്ഗവും ഉണക്കവർഗ്ഗവും കത്തിക്കുമ്പോൾ നമുക്കറിയാം അല്ലേ, എന്ത് ചെയ്യും, ഉണക്കവർഗ്ഗം പെട്ടെന്ന് കത്തും. കാരണം അതുകൊണ്ട് അത് സീസൺഡ് വർഗ്ഗമായതുകൊണ്ടാണ്. ഇനി ടൈപ്പ് ഓഫ് സീസണിങ് നമുക്ക് നോക്കി നോക്കാം. ടൈപ്പ് ഓഫ് സീസണിങ് നമ്മുടെ സിവിലിൻ്റെ ബുക്കിലൊക്കെ, സിവിൽ ബേസ്ഡ് ബുക്സിൽ ഒരുപാട് ടൈപ്പ് ഓഫ് സീസണിങ് ഉണ്ട്. പക്ഷേ നമ്മുടെ ഈ ബുക്കിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു സോഴ്സ് ഒന്നും കൂടി നമുക്ക് നോക്കി നോക്കാം. അതിൽ രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. 2 ടൈപ്പായിട്ട് നമുക്ക് സീസണിങ് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് നാച്ചുറൽ, രണ്ടാമത്തെ നമ്മുടെ മാൻമെയ്ഡ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ. അതിലൊന്നാമത്തെ നാച്ചുറൽ സീസണിങ്. നമ്മൾ വെള്ളത്തിൽ മരങ്ങളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒഴുകുന്ന വെള്ളത്തിലാട്ടോ നമ്മൾ ഇട്ട് വെക്കുക. നമ്മൾ ചില ആൾക്കാരെന്ത് ചെയ്യും, ഈ സ്റ്റില്ലായിട്ടുള്ള കുളത്തിലൊക്കെ നമ്മൾ ഇട്ട് വെച്ച് കണ്ടിട്ടുണ്ടാകും. പക്ഷേ അങ്ങനത്തെ ഒരു മെത്തേഡ് എഞ്ചിനീയറിംഗ് പ്രാക്ടീസ് ഓഫ് സീസണിങ്ങിലില്ല. നമ്മൾ എന്താ ചെയ്യുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദി ടിമ്പർ ആഫ്റ്റർ ഫെല്ലിംഗ് ഇൻ ദി ഫോം ഓഫ് ലോഗ്സ് ഓഫ് സൂട്ടബിൾ സൈസ് ടോട്ടലി ഇമ്മേഴ്സ്ഡ് ഇൻ എ റണ്ണിങ് സ്ട്രീം ഓഫ് വാട്ടർ ഫോർ എ പീരീഡ് ഓഫ് 3 to 4 വീക്ക്. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഒഴുകുന്ന വെള്ളത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, സീസൺ ചെയ്യേണ്ട കാര്യങ്ങൾ ഇട്ട് വെക്കുക. നമ്മൾ മരം മുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ തടീനെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഷേപ്പിൽ ഒരു 4-5 പീസാക്കി മാറ്റും. അത് വേരിൻ്റെ ഭാഗം, ആ മരത്തിൻ്റെ വേരിൻ്റെ ഭാഗം എന്തുണ്ടാവും, നല്ല വീതി ഉണ്ടാവും അല്ലേ, നല്ല വീതി ഉണ്ടാവും. ബാക്കി ഇങ്ങനെ ഭാഗം കുറഞ്ഞ് വരികയല്ലേ ചെയ്യുക അല്ലേ. അപ്പോൾ ഈ വീതി കൂടിയ ഭാഗം നമ്മൾ എന്ത് ചെയ്യും, ഒഴുക്കിനെതിരായിട്ട് വെക്കും. മനസ്സിലായോ? വീതി കൂടിയ ഭാഗം നമ്മൾ ഒഴുക്കിന് എതിരായിട്ട് വെക്കും. ഇപ്പം നമ്മുടെ ഒരു അരുവി ഉണ്ട് എഴുതിക്കോ, അല്ലെങ്കിൽ പുഴ ഉണ്ട് എഴുതിക്കോ. പുഴ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഒഴുകുന്നുണ്ട്, പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ട് എഴുതിക്കോളൂ. അപ്പോൾ നമ്മൾ ഈ മരത്തിൻ്റെ വീതി കൂടിയ, അതായത് വേരിൻ്റെ ഭാഗം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒഴുക്കിന് ഇങ്ങനെയായിട്ട് വെക്കും. ഓക്കെ ആണോ? ഈ വീതി കൂടിയ ഭാഗം ഇവിടെ വരും, ഈ ഒഴുക്കിന് എതിരായിട്ട് വരും. അങ്ങനെയാണ് നമ്മൾ സീസണിങ് വെക്കുക. എത്ര ദിവസം വെക്കും? 3 മുതൽ 4 വീക്ക് വരെ വെക്കും. മനസ്സിലായോ? ദി തിക്കർ എൻഡ് ഓഫ് ദി ലോഗ് ഈസ് കെപ്റ്റ് പോയിൻറ്റിങ് അപ്സ്ട്രീം. നമ്മൾ വരച്ച ചിത്രത്തിൽ നമുക്ക് മനസ്സിലാവും. ആ വീതി കൂടിയ ഭാഗം നമ്മൾ എന്ത് ചെയ്യും, ഒഴുക്കിനെതിരായിട്ട് വെക്കും. ഒഴുകുന്ന ഭാഗത്ത് എന്ത് ചെയ്യും, ആദ്യം വീതി കൂടിയ ഭാഗം വെക്കും. ദി സാപ്പ് ഇൻ ടിമ്പർ ഈസ് ദെൻ വാഷ്ഡ് അവേ ബൈ വാട്ടർ. നമ്മൾ എന്ത് ചെയ്യും, ഫുള്ളി മുക്കി വെക്കും കേട്ടോ. കണ്ടോ, ടോട്ടലി ഇമ്മേഴ്സ്ഡ്. ഈ ഒരു പോയിന്റ് മാറിപ്പോകരുത്. വെറുതെ വെള്ളത്തിലിട്ട് പോന്നാൽ പോരാ, ടോട്ടലി നമ്മൾ എന്ത് ചെയ്യും, ഈ ലോഗിനെ എന്ത് ചെയ്യും, ഇമ്മേഴ്സ് ചെയ്യും. ആദ്യം നമ്മൾ മരം മുറിക്കും, എന്നിട്ട് അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ലോഗിൻ്റെ സൈസുകളാക്കും, എന്നിട്ട് ഫുള്ളി ഇമ്മേഴ്സ് ചെയ്യും, വെള്ളത്തിൽ മുക്കി വെക്കും. എത്ര? 3 മുതൽ 4 ആഴ്ച വരെ വെക്കുമ്പോൾ എന്താ പ്രത്യേകത, നമ്മൾ വീതി കൂടിയ ഭാഗം എന്ത് ചെയ്യും, ഒഴുക്കിനെതിരായിട്ട് വെക്കും. അപ്പം എന്ത് ചെയ്യും, ഈ വെള്ളം എന്ത് ചെയ്യും, ഈ മൃദുകോശങ്ങളായിട്ടുള്ള സാപ്പിനെ എന്ത് ചെയ്യും, കംപ്ലീറ്റ് അലിയിച്ച് കളയും, വാഷ് അവേ ചെയ്യും. വാഷ് എവേ ബൈ വാട്ടർ. ഈ ലോഗ് എന്ത് ചെയ്യും, വളനനവ് പിന്നെ അതിലുണ്ടാവില്ലേ, ആ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഉണക്കാൻ വെക്കും. ദി ലോഗ് ഈസ് ദെൻ കെപ്റ്റ് ഔട്ട് ഇൻ ദി ഫ്രീ ആക്സസ് ഓഫ് എയർ ടു ഡ്രൈ ഔട്ട് ടിമ്പർ ഇസ് ദറ്റ് സീസൺഡ്. അതാണ് വാട്ടർ സീസണിങ്. ചീപ്പാണ്, കാരണം നാച്ചുറൽ ആണ് അല്ലേ, ചീപ്പാണ്. പക്ഷേ ടൈം എന്താണ്, 3 മുതൽ 4 വീക്ക് വെള്ളത്തിൽ തന്നെ എടുക്കും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, ആ വെള്ളനനവ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എയർ സീസണിങ്ങും ചെയ്യണം. അതിൻ്റെ ഗുണം, ഇറ്റ് ഈസ് ക്വിക്ക് മെത്തേഡ് ആൻഡ് റെൻഡേഴ്സ് ടിമ്പർ ലെസ് ലയബിൾ ടു വാർപ്പ് ആൻഡ് ക്രാക്ക്. ഇങ്ങനെ ആകുമ്പോൾ ഒരിക്കലും ഈ മരം വിണ്ട് കീറി പൊട്ടുകയൊന്നും ചെയ്യത്തില്ല. ഇതാണ് മെയിനായിട്ടുള്ള ഗുണം. ചാൻസ് വളരെ കുറവാണ് അതിനുള്ള. ഇറ്റ് ആൾസോ റിമൂവ് ഓർഗാനിക് മെറ്റീരിയൽ കണ്ടെയ്ൻഡ് ഇൻ സാപ്പ് ഓഫ് ടിമ്പർ. ടിമ്പറിലുള്ള ഓർഗാനിക് മെറ്റീരിയലും കൂടി എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. അങ്ങനെ ഓർഗാനിക് മെറ്റീരിയൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ആ മരത്തിലേക്ക് എന്ത് ചെയ്തിട്ടില്ല, ചെതലൊന്നും വരത്തില്ല. അതായത് നമ്മൾ മരം വെള്ളത്തിലിട്ട് വെച്ചാൽ ചെതലൊക്കെ മരിക്കും എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചത്തുപോകുമെന്ന് പറയുന്നത് ആ ഒരു കേസ് കൊണ്ടാണ്. കാരണം കംപ്ലീറ്റ് ഓർഗാനിക് മാറ്റർ പോയി. പിന്നെ മരത്തിൻ്റെ ഉള്ളിൽ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ, എന്തെങ്കിലും ഫുഡ് കിട്ടുമോ, ഒന്നും കിട്ടത്തില്ല. ഇനി അതിൻ്റെ ദോഷം എന്ന് പറയുന്നത്, ഇറ്റ് റെഡ്യൂസസ് ദി ഇലാസ്റ്റിസിറ്റി ആൻഡ് ഡ്യൂറബിലിറ്റി ഓഫ് ടിമ്പർ. ഈ വാട്ടർ സീസണിലെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് എന്താണ്, ഇലാസ്റ്റിസിറ്റിയും, മരത്തിൻ്റെ ഇലാസ്റ്റിസിറ്റിയും ഡ്യൂറബിലിറ്റിയും എന്ത് ചെയ്യും, കുറയും. മാത്രമല്ല ഇതെന്ത് ചെയ്യും, ഈ മരം വീക്കാവാനും പെട്ടെന്ന് പൊട്ടിപ്പോവാനും കാരണമാകും. ഇലാസ്റ്റിസിറ്റി കാരണം എന്താ, നമ്മൾ ജസ്റ്റ് ഒരു മരത്തിൻ്റെ ഒരു പീസ് എടുത്തു കഴിഞ്ഞാൽ
വളച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കുറച്ചൊക്കെ അവരെന്ത് ചെയ്യും ആ പൊസിഷൻ റിട്ടേൺ ചെയ്യും, പഴയ പൊസിഷനിലേക്ക് വരും. പക്ഷേ ഈ വാട്ടർ സീസണാണെങ്കിൽ എന്ത് ചെയ്യും, ഇയാൾ പൊട്ടിപ്പോവുക ചെയ്യുക. ഈ വാട്ടർ സീസൺ ചെയ്ത് കഴിഞ്ഞാൽ മരമൊക്കെ നിങ്ങൾ നിലത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഉടനടി പൊട്ടും. ഇനി രണ്ടാമത്തെ ടോപ്പിക്കാണ്. അപ്പോൾ ഒന്നാമത് നമ്മൾ പഠിച്ചു നാച്ചുറൽ സീസണിൽ, ഒന്നാമത് നമ്മൾ പഠിച്ചു ഏതാണ്, വാട്ടർ സീസണിങ്. ഓക്കെ ആണോ? ഒന്നാമത് വാട്ടർ സീസണിങ്, രണ്ടാമത് എയർ സീസണിങ്. നമ്മളെന്ത് ചെയ്യും, ആദ്യം നമുക്ക് വേണമെങ്കിൽ സീസണിങ്ങിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പറയാം. അതിൽ ഒരുപാട് ടൈപ്പ് ഉണ്ട് കേട്ടോ. മെത്തേഡ് ഓഫ് ഡ്രൈയിങ് ടിമ്പർ, അല്ലെങ്കിൽ എയർ ഡ്രൈയിങ്. അത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ചൂള ഉപയോഗിച്ചും ചെയ്യാം, അല്ലെങ്കിൽ നാച്ചുറലായിട്ട് എയർ ഉപയോഗിച്ചിട്ടും ചെയ്യാം. നാച്ചുറലായിട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി ടൈം എടുക്കുന്നതാണ്. നമ്മൾ ചൂള ഉപയോഗിച്ചാകുമ്പോൾ എന്ത് ചെയ്യും, ഒന്നുകൂടി റാപ്പിഡ് മെത്തേഡാണെന്ന് വിചാരിക്കുക. പിന്നെ ഇലക്ട്രിക് സീസണിങ് ഉണ്ട്. ഇലക്ട്രിക് സീസണൊക്കെ സിവിലിൻ്റെ ബുക്കിൽ പക്ക ഡീസൻ്റായി കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി ആയിക്ക് പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ മരം കിടന്ന് ചൂടാകുമ്പോൾ എന്ത് ചെയ്യും, അതിലത്തെ കംപ്ലീറ്റ് വാട്ടർ എന്ത് ചെയ്യും, ഇവാപ്പറേറ്റ് ഇത് പോകും. ഇലക്ട്രിക് സീസണിങ് ഒക്കെ എന്താ നല്ല ക്വിക്ക് മെത്തേഡാണ്, പെട്ടെന്ന് പരിപാടി കഴിയും. പിന്നെ കില്ലന് എന്തുണ്ട്, വാക്വം കില്ലുണ്ട്. നമ്മുടെ ഈ നിമിയുടെ ബുക്കിൽ പറയാത്തൊരു കാര്യമാണ് അത്, വാക്വം കിൽസ് ഉണ്ട്. These skills can be fastest to dry and most efficient with energy used. എന്താ നമ്മൾ ഉപയോഗിക്കുക വെച്ച് കഴിഞ്ഞാൽ, ഒരു വാക്വം ഉണ്ടാവുക. ആ വാക്വത്തിൽ എന്ത് ചെയ്യും, വെള്ളം എന്ത് ചെയ്യും, പെട്ടെന്ന് തിളക്കും. ഈ തിളക്കുമ്പോൾ ഈ വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ തിളച്ച വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്യും, വുഡിനിട്ട് വെക്കുക ചെയ്യുക. സോളാർ കില്ലുണ്ട്. ഓക്കെ ആണോ? പിന്നെ വാട്ടർ സീസണിങ് നമ്മൾ പഠിച്ചു. പിന്നെ ബോയിലിംഗ് ഓർ സ്റ്റീം സീസണിങ് നമ്മൾ വാക്വം പഠിച്ചില്ലേ, അതുപോലെ തന്നെ എന്ത് ചെയ്യും, വെള്ളത്തിനെ ചൂടാക്കിയിട്ടാണ് എന്ത് ചെയ്യുക, അതിലിട്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ടിമ്പറിനെ ബോയിലിംഗ് ഓർ സ്റ്റീം സീസണിങ് ചെയ്യുക. പിന്നെ കെമിക്കൽ ഓർ സാൾട്ട് സീസണിങ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് സിവിലിൻ്റെ എക്സാമിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സാൾട്ട് സീസണിങ് ഇസ് ദി സബ്മേഷൻ ഓഫ് വുഡ് ഇൻ എ സൊല്യൂഷൻ ഓഫ് യൂറിയ, സോഡിയം നൈട്രേറ്റ്, ഓൾ ഓഫ് വിച്ച് ആക്ടിങ് ആസ് എ ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ്. ഈ യൂറിയൊക്കെ എന്ത് ചെയ്യും, യൂറിയൊക്കെ നിങ്ങൾ ഒരു ഭാഗത്തിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർ വെള്ളത്തിന് എന്ത് ചെയ്യും, അങ്ങോട്ട് വലിച്ചെടുക്കും. സോഡിയം നൈട്രേറ്റ് ആണെങ്കിലോ ഒന്നുകൂടി വലിച്ചെടുക്കും. യൂറിയ ഉണ്ടാവും കുറച്ചധികം വലിച്ചെടുക്കുക. അപ്പോൾ വുഡ് എന്ത് ചെയ്യും, ആ ഉള്ള വെള്ളം കംപ്ലീറ്റ് ഇവർ വലിച്ചെടുത്ത് എന്ത് ചെയ്യും, വുഡിൻ്റെ ഉള്ളിലുള്ള വെള്ളം എന്ത് ചെയ്യും, കുറഞ്ഞു പോകില്ലേ. ഇനി ഇലക്ട്രിക്കൽ സീസണിങ്, ഇതാണ് നമ്മൾ പറഞ്ഞത്, മറ്റേ മരത്തിൻ്റെയൊക്കെ എന്ത് ചെയ്യും, കറണ്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അയാൾ ഹീറ്റാവും പെട്ടെന്ന് പരിപാടി ചെയ്യും. ദിസ് മെത്തേഡ് ഈസ് എക്സ്പെൻസീവ് ബട്ട് ഈസ് ഫാസ്റ്റ് ആൻഡ് യൂണിഫോം ക്വാളിറ്റി. അതാണ് അതിൻ്റെ ഗുണം. ഒരേപോലെ എന്ത് ചെയ്യും, ഇവരെന്ത് ചെയ്യും, മരം എന്ത് ചെയ്യും, ഡ്രൈ ആയി കിട്ടും. അപ്പോൾ സീസണിങ് ഒരുപാടുണ്ട്, പക്ഷേ നമ്മുടെ ബുക്കിൽ തന്നത് മാത്രം പഠിക്കരുത് എന്നുള്ളൊരു പോയിൻ്റാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കത് നോക്കാം. സിവിലിൻ്റെ ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. രണ്ടാമത്തെ എയർ ഡ്രൈയിങ് ഓർ എയർ സീസണിങ്, എന്താ, വായു, കാറ്റിന് ഉപയോഗിക്കും. ഈ കാറ്റ് നമ്മൾ എങ്ങനെയാണ് നമ്മളെ ഡ്രസ്സൊക്കെ നമ്മൾ അലക്കിയിട്ട് എങ്ങനെ ഉണക്കാടുക, നമ്മളെ അലക്കിയ ഡ്രസ്സിലുള്ള വെള്ളം തന്നെ കംപ്ലീറ്റ് എന്ത് ചെയ്യും, ചുറ്റുപാടുള്ള അന്തരീക്ഷത്തിലേക്ക് എന്ത് ചെയ്യും, പോകില്ലേ. അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും സീസൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. എയർ ഡ്രൈയിങ് റെഡ്യൂസസ് ദി മോസ്റ്റ് കണ്ടൻറ്റ് ഓഫ് ലംബർ എന്താണ്, മരം മുറിച്ച സാധനം കേട്ടോ, പലക, ടു എ മിനിമം ഓഫ് 15%. ഇതാണ് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. എത്ര ആവുള്ളൂ, എന്താണ്, 15%. വുഡ് ഈസ് ഓഫ്റ്റൻ സ്റ്റാക്ക്ഡ് ഫോർ എയർ ഡ്രൈയിങ് വെൻ ഇറ്റ് ഈസ് ടു ബി യൂസ്ഡ് ഫോർ എക്സ്റ്റീരിയർ പർപ്പസ്. നമ്മളെന്ത് ചെയ്യുക, അട്ടിയാക്കിയിട്ടാണ് ഇടുക, അട്ടിയാക്കിയിട്ടാണ് ഇത് മരം വെക്കുക. ഇറ്റ് മേ ബി എയർ ഡ്രൈഡ് ആൻഡ് ദെൻ സെൻഡ് ടു എ കിൽ. അത് എയർ ഡ്രൈ ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ചൂളയിലേക്ക് കൂടി വെക്കും, ഒരു കില്ലിലേക്ക് കൂടി വെക്കും. ഇൻ ബോത്ത് എയർ ആൻഡ് കിൽ ഡ്രൈയിങ് സ്പേസ് ഈസ് ലെഫ്റ്റ് ബിറ്റ്വീൻ സ്പേസ് ഈസ് കെപ്റ്റ് ബിറ്റ്വീൻ. നമ്മുടെ മരത്തിൻ്റെ ഇടയിൽ എന്ത് വേണം, നമ്മൾ ഈ എയർ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി വേണം ഇച്ചിരി ഗ്യാപ്പ് കൊടുക്കണം, സ്പേസസ് നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ മരത്തിലുള്ള ഒരു മരത്തിനോട് തൊട്ടടുത്ത മരം ചേർന്നിരുന്ന എന്തില്ല, ഈ എയർ ഫ്രീ ആയിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ പാസ് ചെയ്യത്തില്ല. അത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് കേട്ടോ. സ്പേസ് ഈസ് ലെഫ്റ്റ് ബിറ്റ്വീൻ ലെയേഴ്സ് ഓഫ് വുഡ് വിത്ത് പ്രോപ്പർ എയർ സർക്കുലേഷൻ. ഇനി അടുത്ത് നോക്കാം നമുക്ക്. അടുത്ത് നമ്മൾ വായിച്ച തന്നെയാണ്. ഇനി അതിൻ്റെ അറ്റം, ഈ അറ്റം കണ്ടോ നിങ്ങൾ, അറ്റത്ത് നമ്മൾ ഊത്താല എന്നൊക്കെ പറയില്ലേ, മഴ പെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ സൈഡിലേക്കൊക്കെ അടിക്കത്തില്ലേ, അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, സ്റ്റിക്കേഴ്സ് വെക്കും. ഈ ചെറിയൊരു ക്രോസ് സെക്ഷൻ കണ്ടോ, ഈ ചെറിയ അറ്റം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, സ്റ്റിക്കേഴ്സ് വെക്കത്തുള്ളൂ. കെയർഫുള്ളി ബൈ പുട്ടിങ് സ്റ്റിക്കേഴ്സ് ക്രോസ് വൈസ് ബിറ്റ്വീൻ ഈച്ച് ലെയർ ഓഫ് ബോർഡ്
ഓരോ ബോർഡിന് ക്രോസ് വൈസ് ആയിട്ടാണ് വെക്കുക. അതായത് ഇങ്ങനെ പാരലായിട്ട് തന്നെ വെക്കത്തില്ല, ഈ അറ്റത്ത് മാത്രം എന്ത് ചെയ്യും, ഇങ്ങനെ വിലങ്ങനെ വെക്കും. ഈ സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കനം കുറഞ്ഞ പഴയ വേസ്റ്റ് പലക ഉണ്ടല്ലോ, അതാണ് സ്റ്റിക്കേഴ്സ്. ഇനി ഊത്താൽ അടിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ എവിടെ അടിക്കത്തുള്ളൂ, ആ വേസ്റ്റ് പലകമ്മേ അടിക്കത്തുള്ളൂ. ഈ വേസ്റ്റ് പല എന്ത് ചെയ്യും, ഇപ്പം മരം ഇപ്പോൾ ഇങ്ങനെ ലട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വിലങ്ങനെയാണ് എന്ത് വെക്കുക, ഇങ്ങനെ വിലങ്ങനെയാണ് എന്ത് വെക്കുക, പഴയ പലകൾ വെക്കുക. അങ്ങനെ ഓരോ പലയുടെയും മുകളിൽ വിലങ്ങനെ വെക്കുക. അപ്പോൾ മഴ കൊള്ളുകയാണെങ്കിൽ തന്നെ എന്തേ കൊള്ളുള്ളൂ, ഈ പഴയ പലകയെ കൊള്ളത്തുള്ളൂ. അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റിക്കേഴ്സ്. ദി സ്റ്റാക്ക് മസ്റ്റ് ബി റൂഫഡ് ടു പ്രൊട്ടക്റ്റ്. ഇവിടെ മഴ ഒക്കെ ഉണ്ട് കേട്ടോ, പിന്നെ ജലദോഷം ചുമയും കൂടപ്പറപ്പായതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ സോറി വിളിക്കുന്നത്, ഇൻകൺവീനിയൻസ് ഉണ്ടെങ്കിൽ കേട്ടോ. ദി സ്റ്റാക്ക് മസ്റ്റ് ബി റൂഫഡ് ടു പ്രൊട്ടക്ട്. മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു റൂഫ് വേണം, അതിന് അത്യാവശ്യം ചെരിവ് വേണം. അത് സണ്ണ് റെയിന്, മഴ കൊണ്ടാലും വെയിൽ കൊണ്ടാണെങ്കിലും എന്ത് ചെയ്യും, മരത്തിന് പ്രശ്നമാണ്. വെയിൽ കൊണ്ട് എന്ത് ചെയ്യും, ഇത് സ്പ്ലിറ്റ് ആവും. നമ്മൾ ഡിഫക്റ്റ് നമ്മൾ നോക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി അടുത്ത കാര്യം നോക്കാം. ഈ എയർ അല്ലെങ്കിൽ കിൽൻ സീസണിങ്ങിൻ്റെ ഗുണം. ഈ എയർ സീസണിങ്, നാച്ചുറൽ എയർ സീസണിങ് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അട്ടിയാക്കി വെക്കും. ഇയാളെന്ത് ചെയ്യും, ഫ്രീ എയർ എന്ത് ചെയ്യും, ഇതിലൂടെ കടന്നിങ്ങനെ പോകും. കാറ്റിൻ്റെ ദിശ, വേഗത അതിനൊക്കെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, കുറഞ്ഞു പോകും. ഇപ്പോൾ വരുന്ന കാറ്റിൽ വെള്ളത്തിൻ്റെ നനവ് കുറവാണെങ്കിൽ എന്ത് ചെയ്യും, മരത്തിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യും, വെള്ളത്തിൻ്റെ അംശം എന്ത് ചെയ്യും, വരുന്ന കാറ്റിലേക്ക് പോകും. ഓക്കെ ആണോ? പിന്നെ ഇതിൻ്റെ ഫൗണ്ടേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫൗണ്ടേഷനൊക്കെ എന്ത് ചെയ്യണം, ഇച്ചിരി പൊന്തിച്ച് നിർത്തണം. അതിൻ്റെ ഗുണം, ദിസ് മെത്തേഡ് ഈസ് സീസണിങ് ഈസ് വെരി സിമ്പിൾ മാത്രമല്ല, എന്താണ്, ചീപ്പാണ്. നമ്മൾ എന്തെങ്കിലും നോക്കേണ്ട ആവശ്യമുണ്ടോ? അട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയാൽ മതി. നമ്മൾ ഡെയിലി പോയിട്ട് ഒരു വർക്കും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ആദ്യം അട്ടിയിട്ട് കഴിഞ്ഞാൽ ആ ഒരു വർക്ക് മാത്രമേ ഉള്ളൂ, ബാക്കി പിന്നെ എന്ത് ചെയ്യും, നാച്ചുറൽ നോക്കിക്കോളും. ദോഷങ്ങൾ, ദി റേറ്റ് ഓഫ് ഡ്രൈയിങ് ഈസ് സ്ലോ. അല്ലേ, നാച്ചുറൽ എയർ ആയതുകൊണ്ട് തന്നെ എന്താണ്, ആ കാറ്റിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും, സ്ലോ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു എക്സസൈസ് കൺട്രോൾ ഓവർ ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി. ഞാൻ പറഞ്ഞു, മഞ്ഞുകാലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എയർ സീസൺ നടക്കുമോ, കാരണം ആ ടൈമിൽ കാറ്റിന് എന്തുണ്ടാവും, നല്ല വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇതിൻ്റെ ടെമ്പറേച്ചറോ ഹ്യൂമിഡിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഡിസൈർഡ് സീസണിങ് ക്വാളിറ്റി ഈസ് നോട്ട് അറ്റൈൻഡ്. ഇനി അടുത്തതാണ് പ്രോഗ്രസീവ് കില്ലിന് എന്ന് പറയുന്നത് ഒരു ചൂള. പ്രോഗ്രസീവ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ വന്നിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, ആ പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. പ്രോഗ്രസീവ് കിൽ ഇസ് സിമിലർ ടു ആൻ അസംബ്ലി ലൈൻ. അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. എ കാർ ലോഡ് ഓഫ് വുഡ് എൻറ്റേഴ്സ് ഇൻ ദി കിൽ ആൻഡ് ഗോസ്. കാർ എന്ന് പറയുന്നത് നമ്മളൊരു ഈ ഒരു ചിത്രം നോക്കിയാൽ കണ്ടോ, പ്രോഗ്രസീവ് കിൽ ഈസ് സിമിലർ ടു ആൻ അസംബ്ലി ലൈൻ. എ കാർ ലോഡ് ഓഫ് ലംബർ enters the kiln and goes through each of the several driving compartments, stages of drying. അപ്പോൾ ഇയാൾ ഒന്നുകൂടി സ്പീഡാണെന്ന് നമുക്ക് പറയാം. നമുക്ക് നോക്കി നോക്കാം. Each of several drying compartments or stages of drying. Most modern kilns scientifically control heat, moisture and air circulation. അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, തെർമോസ്റ്റാറ്റും തെർമിസ്റ്ററും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, ടെമ്പറേച്ചറും ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാം. പിന്നെ എക്സോസ്റ്റ് ഫാനെല്ലാം ഉണ്ടാവും. പുതിയ മെത്തേഡിലാണെങ്കിൽ എന്ത് ചെയ്യും, എക്സോസ്റ്റ് ഫാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ എയറിനെ കംപ്ലീറ്റ്, നനവുള്ള എയറിനെ കംപ്ലീറ്റ് വലിച്ചെടുത്തിട്ട് എന്ത് ചെയ്യും, പുറത്തോട്ട് വിടും. യൂസിങ് സ്പെഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ആസ് ദി ഡ്രൈയിങ് പ്രൊസീജിയർ കണ്ടിന്യൂസ്, ദി കണ്ടീഷൻ ഈസ് ഗ്രാജ്വലി റിവേഴ്സ്ഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് കേട്ടോ. ഡ്രൈയിങ് പ്രോസസ് ഇങ്ങനെ കണ്ടീഷൻ കഴിയും തോറും എന്ത് ചെയ്യും, ഈ കണ്ടീഷൻസ് എന്ത് ചെയ്യും, റിവേഴ്സ് ആവും. മോയ്സ്ചർ ഈസ് ഡിഗ്രീസ്ഡ്. കാരണം ഇതിങ്ങനെ സീസണിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ എന്ത് ചെയ്യും, അതിലുള്ള വെള്ളം നനവ് എന്ത് ചെയ്യും, കുറഞ്ഞു വരും. വെള്ളം നനവ്, മോയ്സ്ചർ കണ്ടന്റ് എന്ത് ചെയ്യും, കുറഞ്ഞു വരും. ഈസ് ഡിഗ്രീസ്ഡ് ആൻഡ് ദി ഹീറ്റ് ഈസ് ഇൻക്രീസ്ഡ്. അല്ലേ, ചൂട് കൂടും. അൺടിൽ ദി കറക്റ്റ് മോയ്സ്ചർ കണ്ടന്റ് ഓഫ് വുഡ് ഈസ് സെക്യൂർഡ്. ദി വുഡ് ഈസ് അലോഡ് ടു കൂൾ ബിഫോർ റിമൂവൽ ടു ദി ഏരിയ വെയർ ഇറ്റ് ഈസ് സ്റ്റോർഡ് അൺടിൽ ഇറ്റ് ഈസ് യൂസ്ഡ്. എന്ത് ചെയ്യും, ഇത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളൊന്ന് കൂൾ കൂടി ചെയ്യും. ഇനി അടുത്താണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത് പ്രോഗ്രസീവ് എന്നാണ് കേട്ടോ, അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇനി അടുത്തത് കമ്പാർട്ട്മെൻ്റ് ആണ്. കാരണം ഇങ്ങനെ പ്രോഗ്രസീവ് അല്ല, നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ കില്ലിങ് നടത്തും. നോക്കി നോക്കാം. ഡ്രൈ കിൽസ് ആർ 2 type. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണത്. ഡ്രൈ കിൽസ് ആർ 2 type, 2 ടൈപ്പ് ഉണ്ട്. നമുക്ക് നോക്കി നോക്കാം.
കമ്പാർട്ട്മെൻറ്റും പ്രോഗ്രസീവും നമ്മൾ പഠിച്ചു. പ്രോഗ്രസീവ് നമ്മൾ പഠിച്ചില്ലേ. കമ്പാർട്ട്മെൻറ്റ് പറഞ്ഞാൽ അങ്ങനെ പ്രോഗ്രസീവായിട്ട് കാര്യങ്ങൾ നടക്കത്തില്ല. അപ്പോൾ 2 ടൈപ്പ് കില്ലുണ്ട്, കമ്പാർട്ട്മെൻറ്റും പ്രോഗ്രസീവും. ആഫ്റ്റർ ലംബർ ഈസ് ഓൺ, നമ്മൾ മരത്തിൽ നിന്ന് ലംബർ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂഷ്വലി സീസൺ ഇൻ കിൽസ്. ഇറ്റ് ഈസ് സ്റ്റാക്ക്ഡ് ഓർ പൈൽഡ് എൻറ്റേഴ്സ് ദി കമ്പാർട്ട്മെൻറ്റ് കിൽ. ഇൻ ദിസ് ടൈപ്പ് ഓഫ് കിൽ ഇറ്റ് ഈസ് യൂഷ്വലി റിമെയിൻ ഇൻ വൺ ലൊക്കേഷൻ അൺടിൽ ഇറ്റ് ഈസ് ഡ്രൈ. പ്രോഗ്രസീവ് ആണെങ്കിൽ എന്ത് ചെയ്യും, നീങ്ങിക്കൊണ്ടേയിരിക്കും. പക്ഷേ പുതിയ സ്റ്റോക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, നീങ്ങിക്കൊണ്ടേയിരിക്കും. പക്ഷേ കമ്പാർട്ട്മെൻറ്റിൽ അത് കഴിയുന്ന വരെ എന്ത് ചെയ്യും, അങ്ങനെ അട്ടിയായിട്ട് തന്നെ ഇരിക്കും. ഇൻ ദിസ് ടൈപ്പ് ഓഫ് കിൽ ഇറ്റ് ഈസ് നമ്മൾ പറഞ്ഞില്ലേ, ജനറലി ഫ്ലാറ്റ് പൈലിംഗ് ഈസ് യൂസ്ഡ് ഇൻ ഡ്രൈ കിൽസ് ആൻഡ് ഹാസ് എ റൂൾ ദി ബോർഡ്സ് ആർ പൈൽഡ് ലെങ്ത് വൈസ്. അതിൻ്റെ ലെങ്ത് വൈസാണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു നമ്മൾ അട്ടിയിടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലെങ്ത് വൈസാണ് എന്ത് ചെയ്യുക, ഇത് എടുക്കുക. ദി സ്റ്റിക്കേഴ്സ് ക്യാൻ ബി മെയ്ഡ് ഓഫ് എനി കൈൻഡ് ഓഫ് ഡ്രൈഡ് ലംബർ. അല്ലെ, ഏത് മരവും നമുക്ക് എന്ത് ചെയ്യാം, ഉണങ്ങിയ മരം നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റിക്കേഴ്സായിട്ട് ഉപയോഗിക്കുക. സ്റ്റിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതിന് അറ്റം പിളരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളത് വെക്കുന്നതാണ്. ദേ ഷുഡ് ബി പ്ലെയിൻഡ് ടു എ യൂണിഫോം തിക്നെസ് അബൌട്ട് 22 മില്ലിമീറ്റർ ടു 25 മില്ലിമീറ്റർ. ഇത്ര മില്ലിമീറ്റർ തിക്നെസ്സേ നമ്മൾ എന്ത് ചെയ്യേണ്ടോ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ദി സ്റ്റിക്കേഴ്സ് ഷുഡ് ബി സ്പേസ്ഡ് കെയർഫുള്ളി ടു പ്രിവെൻറ്റ് വാർപ്പിംഗ്. വാർപ്പിംഗ് എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം തടയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റിക്കേഴ്സ് കറക്റ്റായി പ്ലേസ് ചെയ്യണം. എന്താണ് വാർപ്പിംഗ്, എന്താണ് സ്പ്ലിറ്റിങ്, എന്താണ് ഡിസീസസ്, അതെല്ലാം നമ്മൾ നോക്കുന്നത് കേട്ടോ. ഈ വീഡിയോയിൽ തന്നെ മിക്കവാറും ഉണ്ടാവും. ദി ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഇൻ ദി ഡ്രൈ കിൽ ഈസ് സ്റ്റീമിങ്. ആദ്യം ഡ്രൈ കില്ലിന് എന്താ ചെയ്യുക, സ്റ്റീമിങ് ചെയ്യുക, ആവി പിടിക്കുക. ഈ ആവി എന്താ, നല്ല ടെമ്പറേച്ചർ കൂടിയ വെള്ളത്തിൻ്റെ അംശം, നീരാവിയിലെ സ്റ്റീമിങ് അറ്റ് അബൌട്ട് 95% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇസ് ദി യൂഷ്വൽ പ്രാക്ടീസ് അറ്റ് ദി സ്റ്റാർട്ട് ഓഫ് കിൽ ഡേ. നമ്മൾ എന്ത് ചെയ്യും, 95% വെള്ളം ആ സ്റ്റീമിംഗ് ആണ് ചെയ്യുക. അത്രയും ആ സ്റ്റീമിൽ 95% വെള്ളം നനവായിരിക്കും ഉണ്ടാവുക. ദിസ് പ്രോസസ് ഹീറ്റ് ദി ലംബർ ആൻഡ് റിലീവ് എനി ഓഫ് സ്ട്രെസ് സെറ്റപ്പ് ബൈ കേസ് ഹാർഡനിങ് ഡ്യൂറിങ് എയർ സീസണിങ്. എയർ സീസണിൽ എന്തെങ്കിലും സ്ട്രെസ്സോ സ്ട്രെയിനൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ സ്റ്റീമിങ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, റിലാക്സ് ആവും. ഓക്കെ ആണോ? നമ്മൾ സ്റ്റീമിങ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ അല്ലേ, അത് ആ ഒരു മെത്തേഡ് ആലോചിച്ച് നോക്കിയത്. അഡ്വാൻറ്റേജ്, വെരി ക്വിക്കാണല്ലേ, പരിപാടി പെട്ടെന്ന് കഴിയും. ആൻഡ് ഇറ്റ് റെഡ്യൂസസ് ദി ഷ്രിങ്കേജ് കുറയ്ക്കുകയും ചെയ്യും. ദോഷങ്ങളെന്ന് പറഞ്ഞാൽ എന്താ, എക്സ്പെൻസീവ് അല്ലേ, സ്റ്റീമിങ് എല്ലാം വേണം. ഇറ്റ് ഇഫക്റ്റ് സ്ട്രെങ്ത് ആൻഡ് ഇലാസ്റ്റിറ്റി ഓഫ് ടിമ്പർ. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അപ്പം നമ്മുടെ കമ്പാർട്ട്മെൻറ്റ് കില്ലിന് വരുന്ന കുറച്ച് കാര്യങ്ങൾ, സ്റ്റിക്കേഴ്സിൻ്റെ ലെങ്ത്ത് 22 അതിൻ്റെ ബെഡ്ത്ത് തിക്നെസ് കിട്ടാം, വീതിയാണ് നോക്കാനാണ് നോക്കുക. അതായത് നമ്മളെ മരത്തിൻ്റെ ഒക്കെ ജനലിൻ്റെ ഒക്കെ ഒരു റീപ്പർ എന്ന് പറയില്ലേ, ആ ഒരു തിക്നെസ് ഉണ്ടാകത്തുള്ളൂ. പിന്നെ നമ്മൾ ലെങ്ത് വൈസാണ് അതിനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളത് അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഇനി ഈ ഒരു ഡിസ്അഡ്വാൻറ്റേജ് നിങ്ങൾ നോക്കണം. ഇലാസ്റ്റിയും സ്ട്രെങ്ത്തിനെ എന്ത് ചെയ്യും, ഇയാൾ കുറക്കും. ഇനി അടുത്താണ് ബോയിലിംഗ് ഓർ സ്റ്റീമിംഗ് മെത്തേഡ് ഓഫ് സീസണിങ്. ഇൻ ദിസ് മെത്തേഡ് ടിമ്പർ ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ ആൻഡ് ദി വാട്ടർ ഈസ് ദെൻ ബോയിൽഡ് 3 മുതൽ 4 മണിക്കൂർ വരെ. നമ്മൾ എന്ത് ചെയ്യും, വെള്ളത്തിൽ വെക്കും, ആ വെള്ളം എന്ത് ചെയ്യും, 4 മണിക്കൂർ വരെ എന്ത് ചെയ്യും, ചൂടാക്കും. അപ്പോൾ എന്ത് ചെയ്യും, അവയും നീരാവി ഉണ്ടാകത്തില്ലേ. ഇൻ സ്റ്റീം സീസണിങ് ടിമ്പർ ഈസ് എക്സ്പോർട്ട് ടു ആക്ഷൻ സ്റ്റീം സ്പ്രേ. ആ സ്പ്രേ എന്ത് ചെയ്യും, ഈ മരത്തിൻ്റെ മുകളിൽ തട്ടും. ദസ് ദി ടിമ്പർ ഈസ് ഡ്രൈഡ് ഔട്ട് സ്ലോലി ആൻഡ് സീസൺഡ്. അപ്പോൾ എന്ത് ചെയ്യും, അതിലുള്ള വെള്ളം തന്നെ എല്ലാം ഈ സ്റ്റീമിങ് ചെയ്യുമ്പോൾ പുറത്ത് പോകും. പിന്നെ അടുത്ത കിൽ സീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഗർ 3 കണ്ടോ, ഇത് ഒരു അടഞ്ഞൊരു ഇതല്ലേ, നമ്മൾ ഓപ്പൺ അല്ല, നമ്മൾ ഡ്രൈ സീസണിങ്, നമ്മൾ നാച്ചുറൽ എയർ സീസണിങ് ആണ്. എന്താണ്, ഈ സൈഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തില്ല, മറച്ചിട്ടില്ല. പക്ഷേ ഇവിടെ നോക്കിക്കോ കേട്ടോ, ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ഹോട്ട് എയർ സീസണിങ്. അപ്പോൾ കില്ലിൻ്റെ വേറെ പേരെന്താണ്, ഹോട്ട് എയർ സീസണിങ്. നമ്മൾ എന്ത് ചെയ്യും, എയറിനെ ചൂടാക്കിയിട്ട് എന്ത് ചെയ്യും, ഫോഴ്സ്ഫുള്ളി സർക്കുലേറ്റ് ചെയ്യുക. ഇൻ ദിസ് മെത്തേഡ് ടിമ്പർ ക്യാൻ ബി സീസൺഡ് ടു എനി മോയ്സ്ചർ കണ്ടൻറ്റ് ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് കോമൺലി അഡോപ്റ്റഡ് ഫോർ റാപ്പിഡ് സീസണിങ് ഓഫ് ടിമ്പർ ഓൺ എ ലാർജ് സ്കെയിൽ. നമുക്ക് വേണ്ട ഡിസൈഡ് ലെവലിലേക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ സീസണിങ്ങിലൂടെ വെള്ളം നനവിനെ കുറച്ച് കൊണ്ടുവരാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ് കിൽ സീസണിങ് ആണ്. ദി ടിമ്പർ ഈസ് സ്റ്റാക്ക്ഡ് ഇൻസൈഡ് ദി ചാമ്പർ. ഇതാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. ആൻഡ് ദി ഹോട്ട് എയർ ഈസ് ഫോഴ്സ്ഡ് ഫ്രീ. നമ്മൾ ഹോട്ട് എയർ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് വിടുക ചെയ്യുക. എയറിൽ പമ്പ് ചെയ്യൊന്നുമില്ല, പക്ഷേ എക്സോസ്റ്റ് ഫാൻ ഉണ്ടാവും, നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഫോർ ഫ്രീ സർക്കുലേഷൻ ഫോർ അബൌട്ട് 3 ദിവസം. എന്താണ് 3 ദിവസം ഫ്രീ സർക്കുലേഷൻ ആണെന്ന് വിചാരിച്ചു നോക്കുക കേട്ടോ.
The sap and moisture content are dried out. The process of drying out can be carried either in stationary kiln or in progressive. രണ്ട് kiln നമുക്ക് എന്ത് ചെയ്യാം ഉപയോഗിക്കാം. This method of kiln seasoning gives a well seasoned timber as it controls air circulation, relative humidity and temperature. ഇത് നമുക്ക് എന്ത് ചെയ്യുക, എല്ലാം കൺട്രോൾ ചെയ്യുക. വേണ്ട ഡിസൈഡ് ലെവലിലേക്ക് എന്ത് ചെയ്യുക, വെള്ളത്തിൻ്റെ അംശത്തിന് നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് കൊണ്ടുവരാം. ഈ ഹീറ്റിംഗ് പൈപ്പിലൂടെ എന്ത് ചെയ്യും, ചൂടുള്ള എയർ എന്ത് ചെയ്യും, ഇങ്ങോട്ട് വരും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുക ചെയ്യുക. ഇതിൽ ബ്രിക്ക് ബാളൊക്കെ ഉണ്ട്, നമ്മൾ ഒരു റൂം പോലെയാണ് കെട്ടിയുണ്ടാക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതിൻ്റെ ദോഷം എന്താണ്? മെത്തേഡ് ഈസ് എക്സ്പെൻസീവ്. ദിസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്മോൾ പീസ് ഓഫ് ടിമ്പർ റിക്വയർഡ് സ്കിൽഡ് സൂപ്പർവിഷൻ. നല്ല ഒരു സൂപ്പർവിഷൻ കൂടിയിട്ട് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ അടുത്ത് പറഞ്ഞു ഇലക്ട്രിക് സീസണിങ്ങില്ലേ, ഇലക്ട്രിക് സീസണിങ് പറഞ്ഞു. പിന്നെ അങ്ങനത്തെ 2-3 കാര്യങ്ങൾ പറഞ്ഞില്ലേ, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം സിവിൽ ബേസ്ഡ് എക്സാമിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾ ചിലപ്പോൾ ഈ ബുക്കൊന്നും വായിക്കണം എന്നില്ല. ഇനി അടുത്താണ് മോയ്സ്ചർ കണ്ടന്റ് ഇൻ ടിമ്പർ. ടിമ്പറിലെ മോയ്സ്ചർ കണ്ടന്റിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെയാണ് ഈ മരത്തിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ വെള്ളത്തുക? നമ്മൾ വേരിലൂടെ എന്ത് ചെയ്യും, വേരിലൂടെ നമ്മൾ വലിച്ചെടുക്കുക ചെയ്യുക. നമ്മളെല്ലാം മരം വലിച്ചെടുക്കുക ചെയ്യുക. മോയ്സ്ചർ കണ്ടന്റ് ഓഫ് വുഡ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ യൂസിങ് ഇലക്ട്രിക് മോയ്സ്ചർ കണ്ടന്റ് മീറ്റർ. അല്ലേ, എത്രത്തോളം വെള്ളം തന്നെ ഉണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? ഇലക്ട്രിക് മോയ്സ്ചർ കണ്ടന്റ് മീറ്റർ. ആ മോയ്സ്ചർ കണ്ടന്റ് മീറ്റർ അത് ഇലക്ട്രിക് ടൈപ്പാണ്. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, എത്രത്തോളം വെള്ളം ആ ലോഗിൽ അടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ പെർഫോം ആൻഡ് MC എക്സ്പെരിമെൻറ്റ്. MC എക്സ്പെരിമെൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വെള്ളത്തിൻ്റെ അളവ് കണ്ടുപിടിക്കുക. എന്താണ് MC എക്സ്പെരിമെൻറ്റ്? M സ്റ്റാൻഡ് ഫോർ മോയ്സ്ചർ, C സ്റ്റാൻഡ് ഫോർ കണ്ടൻറ്റ്. മോയ്സ്ചർ കണ്ടൻറ്റിൻ്റെ എക്സ്പെരിമെൻറ്റ്. സിമ്പിൾ അല്ലേ, MC എക്സ്പെരിമെൻറ്റ്. ഇനി അടുത്തത് സെലക്ട് എ ബോർഡ് ഫ്രം ദി വുഡ് ടു ബി ടെസ്റ്റഡ്. നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട വുഡ് എന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ഭാഗം എടുക്കുക, ഒരു ബോർഡ് എടുക്കുക. എബൌട്ട് ആ ഡയമെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എബൌട്ട് 60 സെൻറ്റിമീറ്റർ ഫ്രം ദി എൻഡ് ഓഫ് ദി ബോർഡ്. ബോർഡിൻ്റെ അറ്റത്ത് നിന്ന് എന്ത് ചെയ്യണം, നമ്മൾ 60 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് വേണം ഇത് മുറിക്കണമെങ്കിൽ. സോ ഓഫ് എ പീസ് 8 to 15 മില്ലിമീറ്റർ ലോങ്. സൈസാണ് ഞാൻ പറഞ്ഞത്, 8 മുതൽ 15 മില്ലിമീറ്റർ ലോങ് വരെയുള്ള ഒരു പീസ് വേണം. വെയ്റ്റ് ദി സാമ്പിൾ ആസ് അക്യുറേറ്റ്ലി ആസ് പോസിബിൾ. എന്നിട്ട് നമ്മളെടുത്ത 8 മുതൽ 15 mm നീളമുള്ള ആ പലകയുടെ പീസ് എന്ത് ചെയ്യാം, നമ്മൾ തൂക്കി നോക്കുക. ആൻഡ് റെക്കോർഡ് ദി വെയിറ്റ്. അത് നമ്മൾ എവിടെയെങ്കിലും റെക്കോർഡ് ചെയ്ത് വെക്കുക. പ്ലേസ് ദി സാമ്പിൾ ഇൻ ആൻ ഇലക്ട്രിക് ഓവൻ. എന്നിട്ട് ഇതേ സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ മരത്തിൽ നിന്നല്ല എടുത്ത്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സീസൺ ചെയ്യിക്കുക. എങ്ങനെ സീസൺ ചെയ്യുക? ഇലക്ട്രിക് ഓവനിൽ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഹീറ്റ് ഇറ്റ് അപ്പ് ആൻഡ് ഡ്രൈ ഇറ്റ് അബൌട്ട് 30 മിനിറ്റ്. 30 മിനിറ്റ് എന്ത് ചെയ്യുക, അതിന് ചൂടാകാനും എല്ലാം സീസൺ ചെയ്യാൻ വേണ്ടി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ അതിൽ സീസൺ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, അതിൽ വെള്ളം നനവൊക്കെ ഇച്ചിരി പോവുകയെ. എന്നിട്ട് വെയ്റ്റ് ദി സാമ്പിൾ, റെക്കോർഡ് ഇസ് ബേസ് ആൻഡ് റിട്ടേൺ ഇറ്റ് ടു ഓവൻ ഫോർ അപ്രോക്സിമേറ്റ്ലി 50 മിനിറ്റ്. അതിനെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഓവനിലേക്ക് എന്ത് ചെയ്യുക, വീണ്ടും ഒന്ന് വെക്കുക. കണ്ടിന്യൂ വെയിറ്റിംഗ് ദി സാമ്പിൾ പീരിയോഡിക്കലി അൺടിൽ ദി വെയിറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. വെയിറ്റ് ഇങ്ങനെ കോൺസ്റ്റൻറ്റ്. ഇനി അതിൽ വെയിറ്റ് കുറയാനൊന്നുമില്ല. ഇപ്പോൾ 1 കിലോഗ്രാം മുന്നുണ്ടായിരുന്നു, പിന്നെ കാണിച്ചപ്പോൾ എത്ര 900 ആയി, പിന്നെ കാണിച്ചപ്പോൾ എന്ത് ചെയ്തു 600 ആയി, പിന്നെ 500 ആയി. ഈ 500 താഴെ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ സീസണിങ് ആയിട്ടുണ്ട്, പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് എങ്ങനെയാണ് ഫോർമുല? മോയ്സ്ചർ കണ്ടൻറ്റ് MC എന്ന് പറഞ്ഞാൽ W - D/D × 100. എന്താണ് W, എന്താണ് C, എന്താണ് D എന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. MC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് മോയ്സ്ചർ കണ്ടൻറ്റ്. W = വെറ്റ് വുഡ്, D = ഡ്രൈ വുഡ്. ഓക്കെ ആണ് വിചാരിക്കുന്നത്. അപ്പോൾ ഏതിനായിരിക്കും കൂടുതൽ വെയിറ്റ്? ആദ്യം വെറ്റ് വുഡിനായിരിക്കും. സീസണിൽ കുറയുമ്പോൾ എന്ത് ചെയ്യും, ആ കോൺസ്റ്റൻ്റ് ആവണ വരെ നമ്മൾ എന്ത് ചെയ്യും, ആ മെഷീൻ വെച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എത്ര ശതമാനം, ഇങ്ങനത്തെ ഒരു കാൽക്കുലേഷൻ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. ഷ്രിങ്കേജിനെ പറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് പഠിക്കാം. അപ്പോൾ ആദ്യം അത് നമുക്ക് എന്ത് ചെയ്യാം, വുഡിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാം. അതിൻ്റെ ഡിഫക്റ്റ് പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് ജോയിനിങ് ഉണ്ട്, ലെങ്തനിങ് ജോയിൻറ്റ്, വൈഡനിങ് ജോയിൻറ്റ്, അങ്ങനത്തെ കുറച്ച് ജോയിനിങ് ഉണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത സിലബസ് നമുക്ക് നോക്കി നോക്കാം. ഇതിൽ
ഒന്നാമത്തെ മൊഡ്യൂൾ നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്, അത് നിങ്ങൾ നോക്കി നോക്കുക. അപ്പോൾ 5 മാർക്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 4 മാർക്ക് ഈ ഫയർ എക്സ്റ്റിങ്ഷറിൻ്റെ കേസൊക്കെ അതിൽ സിമ്പിളായിട്ട് പറഞ്ഞിട്ട് 5 മാർക്ക് ഞാൻ എന്ത് ചെയ്യാം ഗ്യാരണ്ടി തരാം ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. പിന്നെ ടിമ്പർ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കോമൺ ഇന്ത്യൻ ടിമ്പേഴ്സ് എല്ലാം പഠിക്കണം. ഈ ഡിഫക്റ്റ് ഒരു 14ഓളം ഡിഫക്റ്റ് ഉണ്ട്, അത് പഠിക്കണം. അത് ഏകദേശം എക്സാമിൻ്റെ ഒരാഴ്ച മുമ്പ് തുടങ്ങുകയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത്. കാരണം ഡിഫക്റ്റ് നിന്നാണ് നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ടും മാറിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിന് കൂടുതൽ ടൈം കളയുകയാണെങ്കിൽ ഒന്നെങ്കിൽ കോഡ് ഭാഷ എന്തെങ്കിലും വേണം. 2-3 കോഡ്സ് അവൈലബിൾ ആണ്, പക്ഷേ അതിലെല്ലാം ഉൾപ്പെടില്ല. പിന്നെ ഡൗട്ടും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഡിഫക്റ്റ് ഏകദേശം ലാസ്റ്റിലേക്ക് നോക്കാം. നമ്മൾ വീഡിയോ എന്തായാലും ഇടും, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക അത് നിങ്ങളെക്കൊണ്ട് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എഴുതി പഠിക്കുക. അല്ലെങ്കിൽ ലാസ്റ്റ് എക്സാമിൻ്റെ ഒരാഴ്ച മുമ്പ് 7 ദിവസം മുമ്പ് എന്ത് ചെയ്യുക ഡെയിലി അത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മൈൻഡിൽ എക്സാമിൻ്റെ അന്ന് മൈൻഡിൽ വരും. പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് അതെല്ലാം പഠിക്കണം. പിന്നെ നമ്മുടെ കൺവേർഷൻ പഠിക്കണം, വുഡിനെ കൺവേർഷൻ പഠിക്കണം. പിന്നെ ഹാൻഡ് ടൂള്, ഈ മൊഡ്യൂൾ നമ്മൾ ഏകദേശം തുടങ്ങി ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി കുറച്ച് ടൂളും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ജോയിൻ്റ് 5 മാർക്കുണ്ട്. സിമ്പിൾ ടോപ്പിക്കാണ്, സിമ്പിളാണെന്ന് തന്നെ വിചാരിച്ചോളൂ. നമ്മൾ ക്ലാസ് തൊട്ടടുത്ത ക്ലാസ് എടുക്കുന്നുണ്ടാവും. അടുത്തത് ഇച്ചിരി കൂടുതൽ തിയറി ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ബുൾ ബോണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഫെവിക്കോൾ, അങ്ങനത്തെ കുറച്ച് ഗ്ലൂസ് ഉണ്ട്, അതിൻ്റെ പേരെല്ലാം വ്യത്യാസം ഉണ്ടാവും. പിന്നെ അഡ്ഹസീവ്സ് അല്ലേ, അതിൻ്റെ ഗുണങ്ങൾ, എന്തിനാണ് അഡ്ഹസീവ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഗുണങ്ങൾ. പിന്നെ എന്താണ് വെനീർ, ഈ വെനീർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാം, ഈ പ്ലൈവുഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, മിനിമം നമ്പർ ഓഫ് പ്ലൈ എത്ര വേണം, എന്താണ് ബ്ലോക്ക് ബോർഡ്, എന്താണ് MDF, എന്താണ് ഹാർഡ് ബോർഡ്, എന്താണ് മൈക്ക, എന്താണ് ഇൻസുലേഷൻ ബോർഡ്, ഇതെല്ലാം ജസ്റ്റ് അറിഞ്ഞാൽ മാത്രം മതി. ഈ പ്ലൈവുഡിലൊക്കെ ചോദിച്ച മാതിരി എത്ര മിനിമം നമ്പർ ഓഫ് പ്ലൈ, അങ്ങനത്തെ കുറച്ച് ചെറിയ സിമ്പിൾ കാര്യങ്ങളുണ്ട്. അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരാറുണ്ട്. ഇനി അടുത്തത് ഈ ഒരു പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മളെ ക്യൂബിക് ഫീറ്റ് ഒക്കെ അളക്കാനുള്ള. അപ്പോൾ ഒരു മേശ ഉണ്ടാക്കണം, ഒരു കസാല ഉണ്ടാക്കണം, അതിന് ഏകദേശം എത്ര അടി മരം വരും, എത്ര ക്യൂബിക് അടി മരം വരും എന്നൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ ഇച്ചിരി ഫർണിച്ചറിൻ്റെ കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ ഹിഞ്ച്, നമ്മുടെ വിജാഗിരിയുടെ ടൈപ്സ്, പിന്നെ ഡോറിൻ്റെ ലോക്കിൻ്റെ ടൈപ്പ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ആണികൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നൈൽസ് ഉണ്ട്, ബോൾസും വാഷേഴ്സും ഉണ്ട്, അങ്ങനത്തെ കുറച്ച്. അതിൽ 15 മാർക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ വുഡ് കാർവിങ്, കൊത്തുപണി എന്ന് പറയത്തില്ലേ, ആ കൊത്തുപണി എന്ന് പറയുന്നത് അതിൽ 5 മാർക്കാണ്. അതിനുപയോഗിക്കുന്ന ടൂൾസ് പഠിക്കണം. പിന്നെ നമ്മുടെ വുഡിൻ്റെ പ്രോപ്പർട്ടീസ് ഇതിൽ വരുന്നുണ്ടല്ലേ. പിന്നെ ബിൽ ഓഫ് മെറ്റീരിയലും എസ്റ്റിമേഷനും നമ്മൾ പഠിക്കണം. പിന്നെ വുഡ് ഫിനിഷിങ്, ലാസ്റ്റ് നമ്മൾ പഠിക്കുന്ന പെയിൻറ്റ്, വാർണിഷ്, അതിൻ്റെ മെത്തേഡ്, സ്റ്റെയിനിങ് പഠിക്കണം കേട്ടോ. വുഡിൻ്റെ കളറിങ് നമ്മൾ പഠിക്കണം. പിന്നെ പോളിഷ്, എന്താണ് വാക്സ് പോളിഷ്, പിന്നെ നമ്മുടെ പഴയ ഫർണിച്ചർ എങ്ങനെ പോളിഷ്, അതിൽ 5 മാർക്കുള്ളൂ. പിന്നെ ലാസ്റ്റത്തെ മൊഡ്യൂളിലേക്കാണ് കുറച്ച് മാർക്ക് വെയിറ്റേജ് കൂടുതലുള്ളത്. അതിൽ 8ാമത്തെ മൊഡ്യൂളാണ് വുഡ് വർക്കിംഗ് മെഷീൻസ്. അതിൽ നമ്മളിപ്പോൾ ഏതാ പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ പഠിക്കണം കേട്ടോ. ഈ ഒരു നമ്മൾ പെയിൻറ്റിങ് മെഷീനൊക്കെ ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ, എടുത്തിട്ടില്ല. പിന്നെ അടുത്തത് മോഡുലർ ഫർണിച്ചർ, അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. ലാസ്റ്റ് നമ്മൾ കുറച്ച് സിവിൽ ബേസ്ഡ് കാര്യങ്ങൾ, എന്താണ് ഡോറ്, എന്താണ് റൂഫ്, എന്താണ് ട്രസ്സ്, പിന്നെ അലുമിനിയത്തിൻ്റെ കേസുകൾ, പിന്നെ നമ്മുടെ ഡോറിൻ്റെ കാര്യങ്ങളൊക്കെ, ഡോറിനെ എന്തൊക്കെ വിളിക്കും, എന്താണ് ഫ്രെയിം, എന്താണ് മറ്റേ ഡിവൈഡ് ചെയ്യുന്ന സാധനത്തിനകത്ത്, അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. പിന്നെ കുറച്ച് മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ജെയുടെ എക്സാമാണ് വുഡ് വർക്കിൻ്റെ എക്സാം. എന്തായാലും എല്ലാവരും സീരിയസ് ആയിട്ട് തന്നെ ഒന്ന് നോക്കുക. പിന്നെ നമ്മൾ പമ്പ് ഓപ്പറേറ്ററിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ മെക്കാനിക്കലുകാർക്ക് ആ ഒരു വീഡിയോയും ഷീറ്റ് മെറ്റലും കാർപ്പൻട്രി ഷീറ്റ് മെറ്റൽ, പമ്പ് ഓപ്പറേറ്റർ, ഡീസൽ മെക്കാനിക്, അവർക്ക് ഇത്രയും കാര്യങ്ങൾ പഠിക്കേണ്ടി വരും അവർക്ക്. അതിലും കൂടുതൽ എക്സാം എഴുതുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. നമ്മൾ ഡിസംബർ മുതൽ എന്നും വീഡിയോ ചെയ്യുന്നുണ്ട്. കാർപ്പൻട്രിയുടെ വീഡിയോ ആവുന്ന ഒരു 2-3 ദിവസം ഗ്യാപ്പിൻ്റെ ഉള്ളിൽ വരുന്നുണ്ടാവും.